ഹലോ ഓൾ, ക്ലോക്ക് ടു ഇലക്ട്രോണിക്സിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരള PSC PW ഇലക്ട്രോണിക്സ് വിങ്ങിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 15/3/2006. ആ ടെസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 10ഓളം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നെക്സ്റ്റ് സ്ലൈഡ് അതിൻ്റെ ഹിൻസ് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ പോസ് ചെയ്ത് ആൻസർ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മാത്രമേ നമ്മുടെ മെമ്മറി കുറച്ചുകൂടെയൊക്കെ എപ്പോഴും ബ്രഷ് ചെയ്ത് സൂക്ഷിക്കുക. അതായത് മെമ്മറി നമുക്ക് കറക്റ്റ് അറിയാവോ, ആൻസേഴ്സ് അറിയാവോ എന്നൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ട് അതൊന്ന് ആൻസർ പോസ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ മാത്രം ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ ഹിൻറ്റിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് പോവുക. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേ ഓഫ് പ്രിപ്പറേഷനോ എന്തെങ്കിലും ഒരു കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സോ ഈ KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനും KCB സബ് എഞ്ചിനീയറും ക്യാംകോ AQ ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും ചെക്ക് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് ടൈം കളയുന്നില്ല, കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം 15 ക്വസ്റ്റ്യൻസ് അതിൻ്റെ സൊല്യൂഷൻസും ഒത്തിരി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ടൈം എടുക്കും. സോ നന്നായിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് കിടക്കാം. The 11th question എന്ന് പറയുന്നത് ബേസ് റീജിയൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഓഫ് ലോ തിക്നെസ് ആൻഡ് ഹൈലി ഡോപ്ഡ്, ലോ തിക്നെസ് ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്, ഹൈ തിക്നെസ് ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് ഹൈ തിക്നെസ് ആൻഡ് ഹൈലി ഡോപ്ഡ്. സോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ബേസ് റീജിയൻ, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് എല്ലാ റീജിയൻസിനും അതിൻ്റെതായ കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എമിറ്റർ റീജിയനെ പറ്റി നോക്കാം. എമിറ്റർ റീജിയൻ ഈസ് സപ്ലൈങ് ദ മെജോറിറ്റി കാരിയേഴ്സ് റിക്വയർഡ് ഫോർ എ ട്രാൻസിസ്റ്റർ ടു കണ്ടക്ട് ഇറ്റ് മെയ്ഡ് വിത്ത് ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ 3 ടെർമിനൽസ് ഉണ്ട്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. സോ എമിറ്ററാണ് എപ്പോഴും എന്തിനെ സപ്ലൈ ചെയ്യുന്നത്, മെജോറിറ്റി കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും, എമിറ്റർ റീജിയനിലായിരിക്കും. സോ എമിറ്റർ റീജിയൻ ഈസ് സപ്ലൈങ് ദ മെജോറിറ്റി കാരിയേഴ്സ് റിക്വയർഡ് ഫോർ എ ട്രാൻസിസ്റ്റർ ടു കണ്ടക്ട് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. സോ എമിറ്റർ റീജിയൻ്റെ കാര്യം ഓർത്തിരിക്കുക, ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ് എമിറ്റർ റീജിയൻ ഉള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബേസ് റീജിയനെ പറ്റിയുള്ള 2 പോയിന്റ്സ് ആണ്. സോ മെജോറിറ്റി കാരിയേഴ്സ് നമ്മൾ എമിറ്ററിൽ നിന്ന് വന്നു. സോ നമുക്കത് കളക്ടറിൽ എത്തിക്കണം. അതിനിടയ്ക്ക് അതിൻ്റെ റീകോമ്പിനേഷൻ ഒന്നും നടക്കാൻ ചാൻസ് ഉണ്ടാവരുത്. അതായത് ആ റീകോമ്പിനേഷൻ ചെയ്ത് പോകാൻ പാടില്ല. എങ്കിൽ നമ്മുടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, കറണ്ട് ഗെയിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അതിന് റീകോമ്പിനേഷൻ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, ബേസ് ഈസ് മെയ്ഡ് വിത്ത് സ്മോളസ്റ്റ് ഏരിയ. സോ സെക്കൻഡ് പോയിന്റ് എന്താണ്, ബേസ് ഏരിയ എപ്പോഴും സ്മോൾ ആയിരിക്കണം, സ്മോൾ ആസ് പോസിബിൾ. സോ മെജോറിറ്റി ഓഫ് ദീസ് കാരിയേഴ്സ് ഷുഡ് ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ആൻഡ് ഹെൻസ് ദ റീകോമ്പിനേഷൻ വിത്ത് ദ ബേസ് റീജിയൻ ഷുഡ് ബി മിനിമം. സോ ബേസ് ഈസ് മെയ്ഡ് വിത്ത് സ്മോളസ്റ്റ് ഏരിയ. അത് ഓർത്തിരിക്കുക. ഇപ്പോൾ ബേസിൻ്റെ കേസ് എന്താണ്, ബേസ് സ്മോളസ്റ്റ് ഏരിയയിലായിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നെക്സ്റ്റ് ഒരു ബേസിനൊരു പോയിന്റ് വരുന്നത്, ബേസ് റീജിയന് ലോവസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ്. കാരണം എന്താണ് ലോവസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എമിറ്റർ എന്നാണ് മെജോറിറ്റി കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത്. സോ എമിറ്ററിൻ്റെ മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബേസിൽ നിന്ന് കാരിയേഴ്സ് അതിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് മിനിമം ആയിരിക്കണം. സോ ബേസിൽ നിന്ന് കാരിയേഴ്സ്, അതായത് ചാർജ് കാരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല. സോ അത് മിനിമം ആക്കുന്നതിന് വേണ്ടിയിട്ട് ബേസ് റീജിയൻ എന്തായിരിക്കണം, ലോവസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിരിക്കണം. സോ 2 പോയിന്റ്സ് നമ്മൾ ബേസിനെ പറ്റി പറഞ്ഞു. ബേസ് ഈസ് മെയ്ഡ് വിത്ത് സ്മോളസ്റ്റ് ഏരിയ ആൻഡ് ദ ബേസ് ഈസ് ഓൾസോ ഹാവിങ് ലോവസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്, കളക്ടർ റീജിയൻ. സോ ബേസ് എമിറ്ററിൽ നിന്ന് നമ്മൾ എമിറ്റ് ചെയ്തു, മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്തു. കളക്ടറിൽ നമുക്കതിനെ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. സോ സഫീഷ്യൻറ്റ് പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്തിനുണ്ടാവണം, കളക്ടറിനുണ്ടാവണം. ദ കളക്ടർ ഈസ് സപ്പോസ്ഡ് ടു കളക്ട് ദ കാരിയേഴ്സ് ഇൻജെക്റ്റഡ് ഫ്രം ദ എമിറ്റർ ആൻഡ് ഹെൻസ് ഇറ്റ് ഷുഡ് ഹാവ് എ സഫീഷ്യൻറ്റ് പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. ദിസ് emphasizes the need of a largest area for the collector. So കളക്ടറിന് ലാർജസ്റ്റ് ഏരിയ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, എമിറ്ററിൽ നിന്ന് വരുന്ന മെജോറിറ്റി കാരിയേഴ്സിനെ എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ടാവണം, കളക്ടറിനുണ്ടാവണം. സോ ദിസ് എംഫസൈസ് ദ നീഡ് ഓഫ് ലാർജസ്റ്റ് ഏരിയ ഫോർ ദി കളക്ടർ. സോ എന്തായിരിക്കണം, അപ്പം 4 പോയിന്റ്സ് പഠിച്ചു. ഇത് 4 ക്വസ്റ്റ്യൻസ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും ഓർത്തിരിക്കുക. സോ എമിറ്റർ റീജിയൻ എങ്ങനെയാണെന്ന് നോക്കുക, അത് ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിരിക്കും. ബേസിൻ്റെ കേസിലാണെങ്കിൽ ഏരിയ സ്മോൾ ആയിരിക്കണം, അതുപോലെ തന്നെ ലോവസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിരിക്കും. അതുപോലെ
അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് കളക്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കളക്ടറിന് ലാർജസ്റ്റ് ഏരിയ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും എപ്പോഴും കളക്ടറിൻ്റെ ഏരിയ കൂടുതലായിരിക്കും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ലോ തിക്നെസ് and lightly doped. So option B will be the answer. അപ്പോൾ ബേസ് റീജിയൻ്റെ കേസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രാൻസിസ്റ്റർ ഹാസ് ആൽഫ ഇസ് ഈക്വൽ ടു 0.98, IB is equal to 100 micro ampere and ICB0 is equal to 6 micro ampere. Its collector current under common emitter configuration is about. So common emitter configuration അല്ലേ കളക്ടർ കറണ്ട് എത്രയാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൽഫ തന്നിട്ടുണ്ട്, IB തന്നിട്ടുണ്ട്, ICB0 തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യണം ഇതിനൊരു ഇക്വേഷൻ ഉണ്ടെന്നുള്ളതും ആ ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും എന്നുള്ള കാര്യവും ഓർമ്മയിലുണ്ടായിരിക്കണം. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻ തന്നിട്ടുണ്ട്. IC is equal to alpha divided by 1 minus alpha into IB plus 1 by 1 minus alpha into ICB0 എന്നുള്ളതാണ് ആ ഇക്വേഷൻ. സോ കളക്ടർ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് IB തന്നിട്ടുണ്ട്, ICB0 തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ എന്താണെന്നറിയാം, കോമൺ ബേസ് കോൺഫിഗറേഷനിലുള്ള കറണ്ട് ഗെയിനെയാണ് നമ്മൾ ആൽഫ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആൽഫയുടെ IC ഡിവൈഡ് ബൈ അതായത് കളക്ടർ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ എമിറ്റർ കറണ്ട് IE ഇൻപുട്ട് കറണ്ട്. സോ കറണ്ട് ഗെയിൻ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ IC by I ആണ് ആൽഫ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കാരണം നമുക്ക് ആൽഫയുടെ വാല്യൂവും IEയുടെ വാല്യൂവും തന്നിട്ട് കളക്ടർ കറണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് 5.2 മില്ലി ആംപിയറിന് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. സോ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ C വിൽ ബി ദ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് in a transistor higher current gain is obtained by. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ലോ ബേസ് ഡോപ്പിംഗ്, സ്മോളർ എമിറ്റർ ഡോപ്പിംഗ്, സ്മോളസ്റ്റ് എമിറ്റർ ഏരിയ, സ്മോൾ കളക്ടർ ഏരിയ. ഫസ്റ്റ് 11th ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എമിറ്ററിൻ്റെ കേസിൽ ഹയസ്റ്റ് ഡോപ്പിംഗ് ആണ്. സോ ഈ ഓപ്ഷൻ അല്ല, സ്മോൾ എമിറ്റർ ഡോപ്പിംഗ് അല്ല, സ്മോൾ കളക്ടർ ഏരിയ. അപ്പോൾ ആ ഓപ്ഷനും കേട്ട്. കാരണം ഹയർ ഏരിയ ഉണ്ടാവണം, ഏറ്റവും കൂടുതൽ ഏരിയ ഇതിനായിട്ടുണ്ടായിരുന്നത് കളക്ടറിനാണ്. കാരണം സഫീഷ്യൻ്റ് ആയിട്ട് പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കളക്ടറിൻ്റെ ഏരിയ കൂടുതലായിരുന്നു, ലാർജസ്റ്റ് കളക്ടർ ഏരിയ ആണ് ഉണ്ടായിരുന്നത്. സോ ഓപ്ഷൻ D ഓൾസോ കട്ട്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് സ്മോളർ എമിറ്റർ ഏരിയ. എമിറ്റർ ഏരിയ എപ്പോഴും ബേസിനേക്കാളും കൂടുതലായിരിക്കും. സോ ഓപ്ഷൻ A വിൽ ബി ദ ആൻസർ. ലോ ബേസ് ഡോപ്പിംഗ്. എപ്പോഴും ബേസ് ഡോപ്പിംഗ് കുറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറണ്ട് ഗെയിൻ കൂട്ടാൻ പറ്റൂ. കാരണം ബേസ് ഡോപ്പിംഗ് കുറയുന്ന സമയത്ത് എന്ത് കൂട്ടും? നമുക്ക് റീകോമ്പിനേഷൻ്റെ അളവ് കുറയ്ക്കാം. റീകോമ്പിനേഷൻ കുറയ്ക്കാമെന്ന് മാത്രമല്ല, മറ്റൊരു പോയിന്റ് എന്താണുള്ളത്, കാരിയേഴ്സിനെ ഇഞ്ചെക്ട് ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ബേസ് ഡോപ്പിംഗ് ആണ് ഹൈ കറണ്ട് ഗെയിൻ ഉണ്ടാക്കാനുള്ള ഒരു പോയിന്റ്. സോ ഓപ്ഷൻ ഏതാണ് ആൻസർ. സോ നെക്സ്റ്റ് വരുന്നത് എ ഡിവൈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് കറണ്ട് ഈസ്. വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ വരുന്നുണ്ട്, തെർമിസ്റ്റർ വരുന്നുണ്ട്, തൈറിസ്റ്റർ വരുന്നുണ്ട്, ബല്ലാസ്റ്റ് റെസിസ്റ്റർ വരുന്നുണ്ട്. സോ ഇത് ഓരോന്നും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആൻസറിലോട്ട് എത്താൻ കഴിയുള്ളൂ. എന്താണ് കോൺസ്റ്റന്റ് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്താണ് ബല്ലാസ്റ്റ് റെസിസ്റ്റർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തെർമിസ്റ്റർ, വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ, തൈറിസ്റ്റർ. സോ ഫസ്റ്റ് ബല്ലാസ്റ്റ് റെസിസ്റ്റർ. എ റെസിസ്റ്റർ ലിമിറ്റ്സ് ദി കറണ്ട് ഇൻ എ സർക്യൂട്ട് ബൈ ഇൻക്രീസിങ് ദി റെസിസ്റ്റൻസ് ആസ് ദി കറണ്ട് ഇൻക്രീസസ് എബോവ് എ സർട്ടൺ വാല്യൂ. അതായത് കറണ്ട് കൂടുന്ന ടൈമിൽ റെസിസ്റ്റൻസും കൂടും, അതുപോലെ തന്നെ കറണ്ട് കുറയുന്ന ടൈമിൽ എന്ത് കുറയും? റെസിസ്റ്റൻസും കുറയും. സോ കറണ്ട് കൂടുന്ന ടൈമിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറഞ്ഞോളും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ആക്ച്വലി കറണ്ട് കൂടും. സോ ഒരു കോൺസ്റ്റന്റ് കറണ്ട് നമുക്ക് കിട്ടും. സോ ഈ ബല്ലാസ്റ്റ് റെസിസ്റ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ബല്ലാസ്റ്റ് റെസിസ്റ്റേഴ്സ് എപ്പോഴും ലോഡിനെ പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് വരുന്നത് തെർമിസ്റ്റർ ആണ്. തെർമിസ്റ്റർ എന്താണ്? അതൊരു തെർമലി സെൻസിറ്റീവ് റെസിസ്റ്ററിനെയാണ് നമ്മൾ തെർമിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് പ്രിസൈസ് ആൻഡ് പ്രെഡിക്റ്റബിൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു സ്മോൾ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു പ്രിസൈസും പ്രെഡിക്റ്റബിളും ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് എന്ത്? തെർമിസ്റ്റർ എന്ന് പറയുന്നത്. സോ തെർമിസ്റ്റർ എന്താണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതും ഈ നമ്മുടെ ക്വസ്റ്റിനുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. സോ അവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല തെർമിസ്റ്റർ. സോ നെക്സ്റ്റ് വരുന്നത് VDR അല്ലെങ്കിൽ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ ഓർ വേരിസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ദാറ്റ് വേരീസ് വിത്ത് ദി അപ്ലൈഡ് വോൾട്ടേജ്. സോ ഇതിൻ്റെ ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സബ്സ്റ്റേഷനുകളുണ്ടല്ലോ,
അതായത് 110 kV സബ്സ്റ്റൻസസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ലൈറ്റനിങ് അറസ്റ്റേഴ്സ് കാണാറില്ലേ? സോ ഈ ലൈറ്റനിങ് അറസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള അത് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററാണ്. അതായത് നമുക്ക് ലൈറ്റനിങ് ഉണ്ടാവുന്ന സമയത്ത് ഹെവി സർജ്, അതായത് ഹെവി സർജ് ഓഫ് വോൾട്ടേജ്, ഹയർ വോൾട്ടേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഹൈ വോൾട്ടേജ് വരുന്ന ആ ലൈറ്റനിങ് സർജിനെ നമുക്ക് എർത്ത് ചെയ്യണം. എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് ഹെവി വോൾട്ടേജ്, അതായത് ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ആ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ് അങ്ങ് കുറയും. സോ അതിൽ കൂടി നമുക്കൊരു ലോ റെസിസ്റ്റൻസ് പാത്ത് കൊടുക്കും. സോ നമുക്ക് പെട്ടെന്ന് എർത്തിങ് നടത്താൻ സാധിക്കും. സോ അത് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എവിടെയാണ്? സബ്സ്റ്റേഷനുകളിൽ ലൈറ്റനിങ് അറസ്റ്റേഴ്സിലാണ് നമ്മൾ എപ്പോഴും വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ വരുന്നത്. സോ ഇതുമല്ല നമ്മുടെ ആൻസർ, കാരണം നമ്മുടെ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇത് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ ഓർത്തിരിക്കുക. ഇത് നോൺ ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് ഫോളോ ചെയ്യുന്നത്? വേരിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നത്. നോൺ ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സ് ആര് ഫോളോ ചെയ്യുന്നു? വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ്. സോ ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. നോൺ ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ VDRനെ പറ്റി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത് തൈറിസ്റ്റർ ആണ്. എല്ലാവർക്കും അറിയാം എന്താണ് SCR എന്ന് പറയുന്നത്. സോ ഒരു ബൈസ്റ്റേബിൾ സ്വിച്ച് ആണ്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു എന്താ പറയുക, ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് P and N മെറ്റീരിയൽസ് കൊണ്ട് ഉള്ള ഒരു 4 ജംഗ്ഷൻ ഡയോഡാണ്. 4 ലെയേഴ്സ് ഉള്ള 4 ജംഗ്ഷൻസ് ഉള്ളതാണ് തൈറിസ്റ്റേഴ്സിന്. അതൊരു ബൈസ്റ്റേബിൾ സ്വിച്ച് ആയിട്ടാണ്. അത് കണ്ടക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ഗേറ്റിന് ഒരു കറണ്ട് ട്രിഗർ കിട്ടുന്ന ടൈമിലാണ് തൈറിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ എന്താണ് ബല്ലാസ്റ്റ് റെസിസ്റ്റർ എന്നും എന്താണ് തെർമിസ്റ്റർ എന്നും എന്താണ് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നും എന്താണ് തൈറിസ്റ്റർ എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? എ ഡിവൈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ constant current is what? It is nothing ballast resistor. So ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2 series coils each with inductance of 250 microhenry has total inductance of 550 microhenry. When series aiding at 450 microhenry in series opposing, the coupling coefficient is. So ഇത് പ്യൂർലി നമുക്ക് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. രണ്ട് ഇൻഡക്റ്റൻസസ് സീരീസ് എയ്ഡിങ്ങിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഡയഗ്രാമത്തിൽ കാണാൻ കഴിയും രണ്ട് ഇൻഡക്റ്റൻസ് സീരീസ് എയ്ഡിങ്. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡോട്ട് കാണിച്ചിരിക്കുന്നത് കറണ്ട് ഏത് ഡയറക്ഷനിലൂടെ ഉള്ളിലേക്ക് കറണ്ട് എങ്ങനെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഡോട്ട് വെച്ച് റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ സീരീസ് എയ്ഡിങ് ആയതുകൊണ്ട് തന്നെ പരസ്പരം എയ്ഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിൻ്റെ L ടോട്ടൽ, അതായത് ഇങ്ങനെ ഒരു രണ്ട് ഇൻഡക്റ്റൻസസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ L1 + L2 + 2M ആയിരിക്കും. സോ M എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ 2 കോയിൽസ് ആൻഡ് L1 L2 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസസ് ആണ്. ഓരോ ഇൻഡക്റ്റൻസിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂസ് ആണ് L1 and L2. സോ നെക്സ്റ്റ് ഒരു ഇക്വേഷൻ പറയുന്നത് M = K × √L1 × L2. സോ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് √L1 L2വിൻ്റെയും പ്രോഡക്റ്റും കപ്ലിംഗ് കോഎഫിഷ്യൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ K എന്ന് പറയുന്നത് എന്താണ്? കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് K. സോ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. M = K × √L1 L2. സോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതൊന്ന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് ഒപ്പോസിങ് ഇൻഡക്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് സീരീസ് ഒപ്പോസിങ്ങിലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്കിവിടെ ഡോട്ടിൻ്റെ ഡയറക്ഷൻ, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്കിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് എയ്ഡിങ് അല്ല ഒപ്പോസിങ് ആണെന്ന് മനസ്സിലാവും. സോ അങ്ങനെയുള്ള കേസിൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L1 + L2 - 2M ആയിരിക്കും. സോ ഗിവൺ തന്നിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ, അതായത് സീരീസ് എയ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് 550 എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ L1 L2വിൻ്റെ വാല്യൂ 250 മൈക്രോഹെൻറി ആണെന്നും ഈച്ച് തന്നിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ കൊടുക്കുക. 2M എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എമ്മിൻ്റെ വാല്യൂ 250 എന്ന് നമുക്ക് ലഭിക്കും. ഈ ഇക്വേഷൻ M = K × √L1 L2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എത്രയെന്ന് കിട്ടും? 0.1 എന്ന് കിട്ടും. സോ അപ്പോൾ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? എയ്ഡിങ് ആണെങ്കിലുള്ള ഇക്വേഷൻ L total = L1 + L2 + 2M ആണ് എന്നുള്ളതും എമ്മിൻ്റെ ഇക്വേഷൻ K × √L1 L2 ആണെന്നുള്ളതും അതുപോലെ തന്നെ ഒപ്പോസിങ് ഇൻഡക്റ്റേഴ്സ് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ L ടോട്ടൽ എന്ന് പറയുന്നത് L1 + L2 - 2M ആണെന്നുള്ളതും ഓർത്തിരിക്കുക. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻസ് കിട്ടുന്നതായിരിക്കും. സോ ഈ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് വരുന്നതും പ്രോബ്ലം തന്നെയാണ്. എ JFET ഹാസ് IDSS = 10 mA, VP = -2 volt,
GM is equal to 5 milliampere bar volt. Its VGS is, അപ്പോൾ VGS ആണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡ്രെയിൻ സോഴ്സ് സാച്ചുറേഷൻ കറണ്ടിനെയാണ് IDSS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് IDSS? ഡ്രെയിൻ സോഴ്സ് സാച്ചുറേഷൻ കറണ്ട്. സോ IDSS is equal to 10 milliampere എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിഞ്ച് ഓഫ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് -2 volt എന്നും GM നമുക്ക് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ എന്താണ്? ട്രാൻസ് കണ്ടക്ടൻസ് is equal to -2 IDSS divided by VP into 1 minus VGS divided by VP. ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, VGSന്റെ വാല്യൂ കിട്ടും. സോ -1 volt ആണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ JFET ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, കാരണം പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വീണ്ടും PSC ക്വസ്റ്റ്യൻസ് ഇടുന്നത്. സോ ഈ ഒരു മോഡൽ, കാരണം ഇത് BTech ലെവലുള്ള എക്സാം ആണ്. സോ അതുപോലെ തന്നെ നമുക്ക് പോളി ലെക്ചർ ഇലക്ട്രോണിക്സിനും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ LED ഇൻ ദ വിസിബിൾ സ്പെക്ട്രം ഹാസ് ബാൻഡ് ഗ്യാപ്പ് ഓഫ് എബൌട്ട് 0.3 ഇലക്ട്രോൺ വോൾട്ട്, B 1.2, C 1.5 ഇലക്ട്രോൺ വോൾട്ട്, D 2.5 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതായത് മെറ്റീരിയൽ LED, അത് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ LED ഇൻ വിസിബിൾ സ്പെക്ട്രത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അത് ബൈ ഹാർട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് ഓപ്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എനർജി ഗ്യാപ്പ്, അതായത് ഗാലിയം ആഴ്സനൈഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഗാലിയം ആഴ്സനൈഡ് യൂസ് ചെയ്ത് നമ്മൾ LED ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി ഗ്യാപ്പ് എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് 1.45 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫറസ്, സോ ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫറസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് എത്രയാണ്? 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ അത് എന്ത് റേഡിയേഷനാണ് തരുന്നത്? LO റേഡിയേഷൻസ് ആണ് തരുന്നത്. സോ അതുപോലെ തന്നെ ഗാലിയം ഫോസ്ഫറസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എനർജി ഗ്യാപ്പ് എത്രയാണ്? 2.25 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിന് ഗ്രെയിൻ റേഡിയേഷൻ ആണ് തരുന്നത്. ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിന്ന് ഓരോന്നും നമുക്ക് 3-4 ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും. സോ ഓരോന്നും ഗാലിയം ആഴ്സനൈഡിൻ്റെയും ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫറസിൻ്റെയും ഗാലിയം ഫോസ്ഫറസിൻ്റെയും വാല്യൂസും അതിൻ്റെ എനർജി ഗ്യാപ്പും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ്റെ കളറും അത് പഠിച്ചു വെച്ചേക്കുക. സോ ഇനി എന്താണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ. സോ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ LED ടേൺ ഓൺ ചെയ്യുന്ന ടൈമിൽ, ആ ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ആ LEDക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുക. അതിന് ഇലക്ട്രോൺ വോൾട്ടിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാൻഡ് ഗ്യാപ്പ് എനർജി ആയി. സോ ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് an LED can be determined by measuring the voltage across an LED at the point which the LED barely begins to turn on. സോ അതാണ് ആ പോയിന്റ്. സോ അതിന് എനർജി ഗ്യാപ്പും വേവ് ലെങ്തും തമ്മിൽ കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. സോ E is equal to HF is equal to HC by lambda എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെന്നറിയാം, C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണെന്നറിയാം, ഫ്രീക്വൻസി F ആണെന്നറിയാം, ലാംഡ is equal to വേവ് ലെങ്ത് ഓഫ് ദ ഫോട്ടോൺ. സോ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതായത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇക്വേഷന് ഡയറക്റ്റ് കൊടുത്താൽ, കാരണം PSCയുടെ എക്സാമൊക്കെ എങ്ങനെയായിരിക്കും, ഡയറക്റ്റ് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സാധാരണ ചോദിക്കാറില്ല. സോ ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എടുക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് നമ്മുടെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ LED ഇൻ ദ വിസിബിൾ സ്പെക്ട്രം ഹാസ് ദ band gap of above 2.5 electron volt. So next question, common base configuration is characterized to high current gain, high input resistance, low input resistance, low voltage gain. So അതിനൊരു ചാർട്ട് പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാർട്ടാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക. സോ കോമൺ ബേസിൻ്റെ കേസിൽ എങ്ങനെയാണ്, കോമൺ എമിറ്ററിൻ്റെ കേസിൽ എങ്ങനെയാണ്, കോമൺ കളക്ടറിൻ്റെ കേസിൽ എങ്ങനെയാണ്, അതിൻ്റെ പാരാമീറ്റേഴ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ്, കോമൺ ബേസിൻ്റെ കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ലോ ആണ്, വെരി ലോ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോമൺ എമിറ്റർ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ലോ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോമൺ കളക്ടർ ഇറ്റ് ഇസ് വെരി ഹൈ. സോ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. കോമൺ എമിറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മീഡിയം ആണ്. കോമൺ കളക്ടറിൻ്റെ കേസിലാണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെരി ലോ ആണ്. അതുപോലെ തന്നെ കോമൺ ബേസിൻ്റെ കേസിൽ കറണ്ട് ഗെയിൻ ആൽഫ ലെസ് ദാൻ യൂണിറ്റി ആണ്, അതായത് 1 താഴെ, അത് 0.98 ഓർ ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ബട്ട് കോമൺ എമിറ്ററിൻ്റെ കേസിലാണെങ്കിൽ ബീറ്റ ഹൺഡ്രഡ്സിൻ്റെ റേഞ്ചിലാണ്, വെരി ഹൈ ആണ്, അതായത്
കറണ്ട് ഗെയിൻ ഹൈ ആണ്. കോമൺ കളക്ടർ കേസിലാണെങ്കിൽ ലോ ആണ്, ലെസ് ദാൻ യൂണിറ്റി തന്നെയാണ്. കോമൺ ബേസിനും കോമൺ കളക്ടറിനും കറണ്ട് ഗെയിൻ്റെ വാല്യൂസ് ലെസ് ദാൻ യൂണിറ്റി ആണ്. സോ നെക്സ്റ്റ് വരുന്നത് ലീക്കേജ് കറണ്ട്. കോമൺ ബേസിൻ്റെ കേസിൽ വെരി സ്മോൾ ആണ്, കോമൺ എമിറ്ററിൻ്റെ കേസിൽ വെരി ഹൈ ആൻഡ് കോമൺ കളക്ടറിൻ്റെ കേസിൽ വെരി ഹൈ ആണ്. ഇനി ടിപ്പിക്കൽ യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിപ്പിക്കൽ യൂസ് എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ വരാറുണ്ട് ആസ് എ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സോ കോമൺ ബേസ് ഇസ് ദ കോൺഫിഗറേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ആസ് എ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ്. അതുപോലെ തന്നെ കോമൺ എമിറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ്? വോൾട്ടേജ് പവർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഏതാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ ഒരു ബഫർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. സോ കോമൺ എമിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫേസ് ഷിഫ്റ്റ് കിട്ടാമെന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കോമൺ ബേസ് കോൺഫിഗറേഷനും കോമൺ കളക്ടർ കോൺഫിഗറേഷനും 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ടിപ്പിക്കൽ യൂസും ഫേസ് ഷിഫ്റ്റും ചോദിച്ച് ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. സോ ഇത് എന്താണെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് JB ഗുപ്തയുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ആ ഒരു ടെക്സ്റ്റ് ഫുൾ, അതായത് ഒരുപാട് ടൈം എടുത്ത് നോട്ട്സ് സ്വയം പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. സോ ഒരു കോച്ചിങ് ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് എക്സാമിനും നമുക്ക് നല്ല റാങ്ക് മേടിക്കാൻ കഴിയും. മാത്രമല്ല ഈ പോളി ലെക്ചർ ഇലക്ട്രോണിക്സിന് ഏകദേശം 13 വേക്കൻസീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സോ ആദ്യത്തെ ഒരു 50സിനുള്ളിൽ റാങ്കിൽ ഒരു 50സിനുള്ളിൽ നമ്മുടെ പേരുണ്ടാവണം. സോ അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഓരോ സെക്കൻഡും നമ്മൾ അതിന് വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. സോ JB ഗുപ്തയുടെ ആ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കാരണം ബേസിക് തന്നെയാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇത്രയും നേരം, അതായത് ഒരു 25 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ബേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പെക്യുലാരിറ്റി. സോ അതൊന്ന് ഓർത്തിരിക്കുക. സോ നമ്മുടെ ഓപ്ഷൻ എന്താണ്? കോമൺ ബേസ് കോൺഫിഗറേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ low input resistance. കോമൺ ബേസ് കോൺഫിഗറേഷന് വെരി ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണെന്നുള്ള ഈ ഒരു പോയിന്റ്, ഈ ഒരു ചാർട്ട് ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് FM സിഗ്നൽസ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, ഗ്രൗണ്ട്, സർഫസ്. സോ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അയണോസ്ഫിയർ ആണോ ട്രോപ്പോസ്ഫിയർ ആണോ എന്നുള്ളത്. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ട്രോപ്പോസ്ഫിയറിൽ കൂടെയാണ് FM സിഗ്നൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഡൗട്ടൊന്നും വേണ്ട, ട്രോപ്പോസ്ഫിയറിൽ കൂടെയാണ് എപ്പോഴും FM സിഗ്നൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അയണോസ്ഫിയറിൽ കൂടെ അല്ല. സോ നെക്സ്റ്റ് വരുന്നത് an AM system has unmodulated carrier of 100 kilowatt and modulation index 0.6. Then power in one side band is. സോ ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് നമുക്ക് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. സോ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട് 0.6 എന്ന്, MA = 0.6. അതുപോലെ തന്നെ PC കാരിയറിൻ്റെ അൺമോഡുലേറ്റഡ് കാരിയറിൻ്റെ പവർ നമുക്ക് തന്നിട്ടുണ്ട് 100 കിലോവാട്ട് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ MAയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2. സോ ഈ ഇക്വേഷന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് P ടോട്ടൽ എന്ന് പറയുന്നത് 118 കിട്ടും. സോ സൈഡ് ബാൻഡ് പവർ എന്ന് പറയുന്നത് ടോട്ടൽ പവറിൽ നിന്ന് നമ്മുടെ കാരിയറിന്റെ പവർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പവർ ഇൻ വൺ സൈഡ് ബാൻഡ്. ടോട്ടൽ പവർ ആണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് 118 കിലോവാട്ട് തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ സൈഡ് ബാൻഡ് പവർ ആണ് ചോദിക്കുന്നത്. സോ 118 മൈനസ് 100, അതൊരു മിസ്റ്റേക്ക് ഉണ്ട്. 100 മൈനസ് 118 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ 118 മൈനസ് 100 ആണ്. സോ 18 കിലോവാട്ട് ആണ് സൈഡ് ബാൻഡ് പവർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ B ആണ്. സോ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസറിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. സോ ആ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ നെക്സ്റ്റ് വരുന്നത് an FM signal has frequency shift of 75 kilohertz and modulating frequency of 15 kilohertz. System bandwidth in കിലോഹെഡ്സിലുള്ള ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടെത്തണം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി ഡീവിയേഷൻ തന്നിട്ടുണ്ട്, മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓർമ്മയുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം ആൻസേഴ്സിലോട്ട് കടക്കുക. സോ ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ആൻസേഴ്സിൽ നോക്കാം. ഈ കാഴ്സൺസ് റൂൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് 98% ഓഫ് ദ സിഗ്നൽ പവർ ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ എ ബാൻഡ് വിഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഡീവിയേഷൻ ഫ്രീക്വൻസി പ്ലസ് മോഡുലേഷൻ ഫ്രീക്വൻസി ഡബിൾഡ്. സോ അതിന് നമുക്ക് കാഴ്സൺസ് റൂളിൻ്റെ ഒരു ഇക്വേഷനിൻ്റെ ഫോമിലോട്ട് എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തെടുക്കാൻ എളുപ്പം. സോ ബാൻഡ് വിഡ്ത്ത് BT is equal to 2 into delta F plus FM. ഈ FM എന്ന് പറയുന്നത് എന്താണ്? മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഡെൽറ്റ F എന്ന് പറയുന്നത് ഡീവിയേഷൻ. നമുക്ക് ഡെൽറ്റ F എത്രയെന്ന് തന്നിട്ടുണ്ട്? 75 കിലോഹെർട്സ്. അതായത് ഡീവിയേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 15 കിലോഹെർട്സ് എന്ന് വാല്യൂ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into 75 plus 15 is equal to 180
കിലോ ഹെഡ്സ് ആയിരിക്കും ബാൻഡ് വിഡ്ത്ത്. സോ നമ്മുടെ എന്താണ് സിസ്റ്റം ബാൻഡ് വിഡ്ത്ത് ഈസ് ഓപ്ഷൻ ഡി 180 കിലോ ഹെഡ്സ്. സോ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ PDF ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, എൽ ബാൻഡ് ഇൻ മൈക്രോവേവ് കറസ്പോണ്ട്സ് ടു. സോ നമുക്ക് ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, ഒരു ബാൻഡും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചും. സോ HF ബാൻഡിന് എത്രയാണ്, VHF ബാൻഡിന്, അതായത് വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡിനും എൽ ബാൻഡിനും എസ് ബാൻഡിനും സി ബാൻഡിനും എക്സ് ബാൻഡിനും ഒക്കെ ഉള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, എൽ ബാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച്. സോ 1 to 2 GHz ആണ് എൽ ബാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ഫ്രീക്വൻസി റേഞ്ച്. സോ ഇത് ഓരോ ബാൻഡും SL, SX, K എല്ലാ ബാൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തെങ്കിലും ഒരു കോഡോ എന്തെങ്കിലും നമ്മുടെ റൂമിൽ ഒരു വോളിൽ നമ്മൾ ഇതൊന്ന് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കണ്ട് ഈ വാല്യൂസ് നമുക്ക് ഫെമിലിയർ ആയിട്ട് നമ്മളെ മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയെങ്കിലും പഠിച്ചു വയ്ക്കുക. സോ എൽ ബാൻഡിൽ 1 to 2 GHz, കാരണം വേക്കൻസി കുറവായതുകൊണ്ട് തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. സോ അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും. സോ നെക്സ്റ്റ് വരുന്നത്, if the rise time of a pulse is 1 nanosecond for low distortion, system bandwidth required is. So നമുക്ക് റൈസ് ടൈം തന്നിട്ടുണ്ട്, ബാൻഡ് വിഡ്ത്ത് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ബാൻഡ് വിഡ്ത്ത് ഇൻ GHz is equal to 0.35 divided by റൈസ് ടൈം ഇൻ നാനോ സെക്കൻഡ്. സോ റൈസ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 1 നാനോസെക്കൻഡ് തന്നിട്ടുണ്ട്. 1 × 10⁻90 10⁻⁹ സോ 0.35 divided by 1 × 10⁻⁹ 350 MHz ആയിരിക്കും എന്ത് ബാൻഡ് വിഡ്ത്ത്. സോ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂൾ ഓഫ് തമ്പാണ്, ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 0.35 divided by RT നാനോസെക്കൻഡ്. സോ 10 to റൈസ് ടൈം എന്താണെന്ന് അറിയാലോ, ദാ 10 to 90% റൈസ് ടൈം ഓഫ് എ സ്ക്വയർ വേവ് ഇൻ നാനോ സെക്കൻഡ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒത്തിരി നിങ്ങൾക്ക് ബോറിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, in a BJT, base emitter junction is reverse biased and base collector junction is forward biased. The region of operation is. ഒരുവിധം ഒരു ബേസ് നോളജ് ഉള്ളവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയുമായിരിക്കും. സോ നമുക്ക് നോക്കാം, ഓരോ ജംഗ്ഷനും അതിൻ്റെ ബയസിങ്ങും ഓരോ റീജിയൻ ഓഫ് ഓപ്പറേഷനും എന്താണെന്ന് നോക്കാം. സോ ഒരു BJT ആക്റ്റീവ് റീജിയനിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആയിരിക്കും. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ്ഡ് ആണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ആക്റ്റീവ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത്, ബോത്ത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് റീജിയനിലായിരിക്കും BJT വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത്, ബോത്ത് എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ BJT വർക്ക് ചെയ്യുന്ന ഏത് റീജിയനിലായിരിക്കും, സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. നെക്സ്റ്റ് വരുന്നത്, എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും ആണെങ്കിൽ ഇൻവേഴ്സ് മോഡായിരിക്കും. സോ ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് മാറി മാറി നമുക്ക് വരാറുണ്ട്. എമിറ്റർ ബേസ് ജംഗ്ഷൻ എങ്ങനെയാണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ എങ്ങനെയാണ് എങ്കിൽ ഏത് മോഡിലായിരിക്കും BJT വർക്ക്, ഏത് റീജിയനിലായിരിക്കും BJTയുടെ വർക്കിംഗ് എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ആ 4 പോയിന്റ്സും ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് ഓരോ കോമൺ ബേസും കോമൺ മേറ്റിൻ്റെ ആ ഒരു ജംഗ്ഷൻസ്, അതായത് BJT പറ്റി പഠിക്കുന്ന ടൈമിൽ തന്നെ അതൊന്ന് മനസ്സിലാക്കിയിരുന്ന് നമുക്ക് നന്നായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കും. സോ ഇതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ഇൻവേർട്ടഡ് ആണ്. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, എ വെരാക്ടർ ഡയോഡ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 20 picofarad വിത്ത് റിവേഴ്സ് ബയസ് ഓഫ് 4 volt. ഇഫ് ദ റിവേഴ്സ് ബയസ് ഈസ് ചേഞ്ച്ഡ് ടു 1 volt, ദ കപ്പാസിറ്റൻസ് ഇൻ picofarad. സോ വെരാക്ടർ ഡയോഡ് എന്താണ്, വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ്. അതിനെയാണ് നമ്മൾ വെരാക്ടർ ഡയോഡ് എന്ന് ചുരുക്കി വിളിക്കുന്നത്. സോ അതിൻ്റെ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വേരിയബിൾ ആയിട്ടുള്ള കപ്പാസിറ്റൻസ്, അതായത് നമ്മൾ പിയും N ടൈപ്പ് മെറ്റീരിയൽ, P ടൈപ്പ് മെറ്റീരിയലും ഒരു N ടൈപ്പ് മെറ്റീരിയലും കൂടി നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ ഒരുമിച്ച് കൊണ്ടുവരികയും അതിൻ്റെ നടുക്കൊരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ആ ഡിപ്ലീഷൻ റീജിയനിൽ ട്രാൻസ് കണ്ടക്ടൻസ് കൊണ്ടുണ്ടാവും ആ ഒരു
എന്താ പറയുക, ആ ഒരു ഫിനോമിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡയോഡാണ് ബേരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. അത് റിവേഴ്സ് ബൈസ്ഡ്, ബേസിക്കലി ഇറ്റ് ഈസ് ജസ്റ്റ് എ റിവേഴ്സ് ബൈസ്ഡ് ജംഗ്ഷൻ ഡയോഡ്. ബോസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്. ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ മാത്രം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ബേരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. അതൊരു സെമി കണ്ടക്ടർ ഡയോഡാണ്. ഉസ് കപ്പാസിറ്റൻസ് അറ്റ് ദ പി എൻ ജംഗ്ഷൻ ചേഞ്ചസ് വിത്ത് ദി ചേഞ്ച് ഇൻ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ്. അതായത് വോൾട്ടേജ് കൊടുക്കുന്നതിൻ്റെ ടെർമിനൽ അക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന് ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് ട്രാൻസിഷൻ കപ്പാസിറ്റൻസിൽ വ്യത്യാസം ഉണ്ടാവുന്നത്. സോ ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ല, സോറി കേട്ടോ. ദെൻ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണ്. സോ ഇതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സി ടി ഈസ് ഇക്വൽ ടു കെ ഡിവൈഡഡ് ബൈ വി കെ പ്ലസ് വി ആർ ദ ഹോൾ റേസ് ടു എൻ. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെമി കണ്ടക്ടർ, ഏത് ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഫാബ്രിക്കേഷൻ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. യൂഷ്വലി 1 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വി കെ വരുന്നത് നമ്മുടെ ഡയോഡിൻ്റെ നീഡ് പോയിന്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ബാരർ വോൾട്ടേജ്. നമ്മുടെ സിലിക്കണിൻ്റെ കേസിൽ അത് 0.7, ജെർമേനിയത്തിൻ്റെ കേസിൽ 0.3 ആണ്. സോ 0.7 ആണെന്ന് വി കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ സി ടി എന്ന് പറയുന്നത് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണ്. നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട് 20 പൈക്കോഫാരഡ് 4 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 20 പൈക്കോഫാരഡ് കിട്ടുന്നു. സോ നമുക്ക് ആ ഇക്വേഷനിൽ 20 പൈക്കോഫാരഡ് കൊടുക്കുക, ഡിവൈഡ് ബൈ കെ ഡിവൈഡ് ബൈ വി കെ. വി കെ എത്രയാണ്, 4 വോൾട്ട് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, 4 വോൾട്ട്. വി കെ അല്ല, വി ആർ ആണ് കേട്ടോ. സോ വി ആർ എന്ന് പറയുന്നത് അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ്. സോ 4 പ്ലസ് നമ്മുടെ വി കെ എന്താണ്, ഡയോഡിന് ഈ വോൾട്ടേജ്. സോ പ്ലസ് 0.7 റേസ് ടു 1/3. 1/3 ആണ്. എൻ ഈസ് ഇക്വൽ ടു 1/2 ആവാം. അതായത് ഇൻഡെക്സ് നമ്പറാണ്. ഇൻഡെക്സ് നമ്പർ 1/3 1/2 ആവാം. ഇപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ്ങിനനുസരിച്ച്, ഇപ്പോൾ അലോയിഡ് ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂ 1.2ഉം ഡിഫ്യൂസ്ഡ് ജംഗ്ഷൻ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1.3 ആയിരിക്കും. സോ ആ വാല്യൂ ഇവിടെ നമ്മൾ ഡിഫ്യൂസ്ഡ് ജംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ 4 പ്ലസ് 0.7 ദ ഹോൾ റേസ് ടു 1/3. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സി ടി നമുക്കറിയില്ല, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ 5.7, അതായത് ഈക്വേഷൻ തന്നെയാണ് 5.7 റേസ് ടു 1/3. സോ ഇവിടെ 2.7 ആണ് വരേണ്ടിയിരുന്നത്. സോ അത് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. അത് 1 പ്ലസ് 0.7 ആണ്. സോ 1.7 ആണ് ഇവിടെ വരേണ്ടത്. സോ അത് 1.7 വരുന്ന ടൈമിൽ നമുക്ക് സി ടി 40 പൈക്കോഫാരഡ് കിട്ടും. സോ എന്താണ് നമുക്ക് സി ടി, അതായത് നമ്മുടെ കണ്ടുപിടിക്കേണ്ട പുതിയ കപ്പാസിറ്റൻസ്, അതായത് 1 വോൾട്ടിലോട്ട് വരുന്ന ടൈമിൽ സി ടിയുടെ വാല്യൂ എത്രയാണ് വരുന്നത്, 40 പൈക്കോഫാരഡാണ് വരുന്നത്. മറ്റൊരു പോയിന്റ് ഓർത്തിരിക്കുക, എപ്പോഴും നമ്മുടെ വോൾട്ടേജും കപ്പാസിറ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v റേസ് ടു n ആണ്. സോ വോൾട്ടേജ് കുറയുന്ന ടൈമിൽ എന്താണെങ്കിലും കപ്പാസിറ്റൻസ് കൂടും. സോ 20 പൈക്കോഫാരഡ് നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് 20 പൈക്കോഫാരഡിനേക്കാളും താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ വാല്യൂ കിട്ടണമെന്നില്ല. സോ അപ്പോൾ നമ്മൾ 20ക്കാളും താഴെയാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. വോൾട്ടേജ് 4 വോൾട്ട് വരുന്നുണ്ട്. വോൾട്ടേജ് 4 വോൾട്ടിൽ നിന്ന് 1 വോൾട്ടിലോട്ട് കുറയുമ്പോൾ നമുക്ക് എന്താണെങ്കിലും കപ്പാസിറ്റൻസ് 20 പൈക്കോഫാരഡിനേക്കാളും മുകളിൽ വരും എന്ന് ഓർത്തിരിക്കുക. സോ അപ്പോൾ ആൻസറിൽ മിസ്റ്റേക്സ് കുറയ്ക്കാൻ കഴിയും. സോ 40 ആയിരിക്കും, 40 പൈക്കോഫാരഡാണ് ആൻസർ. സോ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലാരിഫൈഡ് ആവും. സോ ഇതോടുകൂടി ഈ സ്ലൈഡ്സ്, അതായത് 25 ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെയും അതുപോലെ തന്നെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ KSEB Aക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് നമുക്കൊരു കോട്ട് കൂടി നോക്കിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഡോണ്ട് ഫിയർ ഫോർ ഫേസിങ് ഫെയിലുവർ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിക്കോസ് ഈവൻ ദി സക്സസ്ഫുൾ മാൻ സ്റ്റാർട്ട്സ് വിത്ത് 0 ഓൺലി. സോ സർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഫേമസ് കോട്ടാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. നമുക്ക് എപ്പോഴും നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആയിരിക്കുക. കാരണം ഒരു കോച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ നമുക്ക് സ്വയം മോട്ടിവേറ്റഡ് ആവാൻ പറ്റില്ല. സോ നമ്മൾ എപ്പോഴും അത് ഓരോ സെക്കൻഡിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുക. സോ ഡെഫിനറ്റ്ലി നമ്മൾ സക്സസ് പാത്തിലെത്തിയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.